ഹലോ. സോ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷനും അതേപോലെ ടു വേ മാർക്കറ്റ് കോൺസെപ്റ്റ് എന്താണെന്നും അതേപോലെ ഫോറക്സ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം, അത് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ കാണാത്ത ആൾക്കാരാണ് ഡയറക്റ്റ്ലി ഈ വീഡിയോയിലോട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലോട്ട് വരിക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോയിലോട്ട് വരിക എന്നുള്ള കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ന്യൂസുകളെ നോക്കിക്കാണണം, നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കണം, എങ്ങനെ നമ്മളത് വിലയിരുത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവുകയും ചെയ്യാം. സോ മൈ നെയിം ഇസ് വിഷ്ണു ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. സോ ബേസിക്കലി എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്? അനലൈസിംഗ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസണിങ് ഈസ് കോൾഡ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഓക്കെ, സോഷ്യൽ എന്താ പറയുക, സോഷ്യൽ എന്ന് പറയുമ്പം സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പൊളിറ്റിക്കൽ ഇപ്പം എന്താ മലയാളം, രാഷ്ട്രീയപരമായിട്ടും ഉള്ള ന്യൂസുകളെ നമ്മൾ അനലൈസ് ചെയ്യുന്നതും അത് മൂലം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അത് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങളെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനെ റീസണിങ് ചെയ്യുക. ഓക്കെ, ഒരു ന്യൂസ് വന്നു, ന്യൂസിനെ നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ആ ന്യൂസിന് ഒരു തീരുമാനം എടുക്കുന്നതിനെക്കാട്ടിലും ആ ന്യൂസ് വന്നു അതിനെ നമ്മൾ റീസണിങ്, നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇട്ട് റീസണിങ് നടത്തുക. ഓക്കെ, ഇങ്ങനെ ഒരു ന്യൂസ് വന്നാൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുക, അത് മാർക്കറ്റിനെ ഇപ്പോൾ ഗോൾഡിന്റെ വിലയാണെങ്കിൽ ഗോൾഡിന്റെ വിലയെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകുന്ന ന്യൂസാണോ അല്ലെങ്കിൽ അത് താഴോട്ട് കൊണ്ടുപോകുന്ന ന്യൂസാണോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക. എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്? ഇൻഫർമേഷൻ മൂലം, അല്ലെ? ആ ന്യൂസിനെ കുറിച്ച് പഠിച്ച് ആ ഒരു ഇൻഫർമേഷൻ മൂലം നമുക്ക് വിലയിരുത്താം. അതിലൂടെ ആ ഒരു ഇൻഫർമേഷൻ എന്താ പറയാ, ആ ഒരു റീസണിങ് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അനലൈസിങ് ആണ് ആക്ച്വലി ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഫണ്ടമെന്റൽ അനാലിസിസിൽ എന്താ പറയാ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താ വെച്ചാൽ എല്ലാ ആൾക്കാരും അനലൈസ് ചെയ്യുന്നത് ശരിയാണ്. ഓക്കെ, സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ന്യൂസ് വരാൻ നേരത്തെ ഞാൻ മനസ്സിലാക്കിയത്, ഓക്കെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാനത് റീസണിങ് ഒക്കെ ചെയ്ത് എനിക്ക് മനസ്സിലായി എന്താണ് ഗോൾഡിന്റെ വില മുകളിലോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്നെ പോലെ അല്ലെങ്കിൽ ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേര്, ഐ മീൻ സപ്പോസ് നിങ്ങൾ അസ്യൂം ചെയ്യുക 100 പേര് ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാണ്. ഓക്കെ, എല്ലാവരും ഒരേ പൈസ ഇട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ 100 പേരിൽ 98 പേരും ഗോൾഡിന്റെ ഒരു ന്യൂസ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഐ മീൻ ഗോൾഡിന്റെ ന്യൂസ് ആക്ച്വലി വന്നത് ഗോൾഡ് മുകളിലോട്ട് പോകും എന്നുള്ളൊരു ന്യൂസാണ് വന്നത്. പക്ഷെ 98 പേരും അനലൈസ് ചെയ്ത് റോങ് ആയിട്ട് ഗോൾഡിന്റെ റേറ്റ് താഴോട്ട് പോകും എന്ന് അവർ വിചാരിച്ച് അതിനനുസരിച്ചിട്ടുള്ള താഴോട്ടുള്ള ട്രേഡ് എടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, പക്ഷെ ആ ബാക്കിയുള്ള 2 പേര് എന്ത് ചെയ്തു, അവർ ഭയങ്കര കുറെ വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്ത് ഇതിനെപ്പറ്റി ഭയങ്കര വിവരമുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചു. അവരെന്ത് ചെയ്തു, ഗോൾഡിന്റെ റേറ്റ് മുകളിലോട്ട്, അവർക്ക് ന്യൂസ് മനസ്സിലായി, അവർ അനലൈസ് ചെയ്തത് ശരിയാണ്. ഓക്കെ, അനലൈസ് ചെയ്തത് ശരിയായിട്ട് എന്ത് ചെയ്തു, ഗോൾഡിന്റെ റേറ്റ് മുകളിലോട്ട് പോകും എന്ന് ഉള്ള ട്രേഡ് എടുത്തു എന്ന് വിചാരിച്ചു. എങ്ങനെയായിരിക്കും ഗോൾഡിന്റെ ട്രേഡ് പോകുന്നത്? ഉറപ്പായിട്ടും 98 പേര് ചെയ്തിട്ടുള്ള ട്രേഡ് ആയിരിക്കും ഗോൾഡ് താഴോട്ട് പോകുന്നുള്ള അനലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഡയറക്ഷനിലായിരിക്കും ഗോൾഡിന്റെ റേറ്റ് പോകുന്നത്. എന്തുകൊണ്ട്? ഭൂരിഭാഗം ആൾക്കാർ അതിലോട്ട് ട്രേഡ് ചെയ്തത് കൊണ്ടിട്ട് അങ്ങോട്ട് ഫ്ലോ പോയി ഗോൾഡ് താഴോട്ട് പോയി എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അനലൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എത്രമാത്രം എന്താ പറയുക വിവരമുണ്ട് എന്നുള്ളൊരു കാര്യത്തിനെക്കാട്ടിലും കൂടുതൽ, അതായത് എന്താ പറയുക, മെജോറിറ്റി എന്താണ് ചിന്തിക്കുന്നത് ആ ചിന്താഗതിയിലോട്ട് നമ്മൾ പോകണം. അതിന് എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആക്ച്വലി ഈ ഫണ്ടമെന്റൽ അനാലിസിസിൽ പഠിക്കേണ്ട കാര്യം. ഓക്കെ, സോ അത് നമ്മൾ പഠിക്കാനായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ ന്യൂസുകളെ നമ്മൾ നോക്കി കാണേണ്ട രീതിയാണ്. ഓക്കെ, സോ ന്യൂസുകൾ ഡയറക്റ്റ്ലി ഒരു ന്യൂസ് വരുമ്പോൾ ചാടിക്കേറിയ ഒരു തീരുമാനം എടുക്കാതെ ആ ന്യൂസുകളെ ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു അനാലിസിസ് നടത്താൻ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ഇനി പറയാൻ പോകുന്നത് കുറച്ച് നമ്മളുടെ നാട്ടിൽ നടന്നിട്ടുള്ള കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ അതിനകത്ത് എന്താ പറയുക, ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാസിനേഷൻ ഓഫ് ബനാസിർ ഭൂട്ടോ. ഓക്കെ, സോ 2007 പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആവാനായിട്ട് ഇരുന്ന ഒരു ലേഡിയാണ് ബനാസിർ ഭൂട്ടോ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി. ഓൾറെഡി പുള്ളിക്കാരത്തി 2 വട്ടം എന്താ പറയുക പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. 2007 ഇലക്ഷന് തൊട്ട് മുന്നേ ആയിട്ട് പുള്ളിക്കാരത്തി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. സോ പുള്ളിക്കാരത്തി കൊല്ലപ്പെട്ടപ്പോൾ ഗോൾഡിന്റെ മൂവ്മെന്റ് $25 ആണ്, $25 5 മിനിറ്റിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവും 5 മിനിറ്റിൽ $25 മൂവ് ചെയ്താൽ എന്താണുള്ളത്. ഇപ്പോൾ 1 മിനിറ്റിൽ വരെ $25 ഒക്കെ മൂവ് ചെയ്തിട്ടുള്ള കാലഘട്ടമാണ് അല്ലേ. സോ പക്ഷെ അന്നത്തെ സമയത്ത് മാർക്കറ്റ് $25 എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മൂവ്മെന്റ് ആണ് ആക്ച്വലി $25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കാരണം അന്ന് ഗോൾഡിന്റെ മൂവ്മെന്റ് വളരെ ചെറുതായിരുന്നു, ഗോൾഡിന്റെ റേറ്റ് വളരെ ചെറുതായിരുന്നു, വളരെ ചെറിയ പ്രൈസ് ആയിരുന്നു ഗോൾഡിന്റെ പ്രൈസ്. സോ $25 മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു മൂവ്മെന്റ് ആണെന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, സോ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്മോളർ എക്കണോമിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ വേൾഡ് മാർക്കറ്റ്, ഈ ലോകത്തില് എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന $6.6 ട്രില്യൺ കച്ചവടം നടക്കുന്ന ഈ ഒരു മാർക്കറ്റിനെ എന്തുകൊണ്ട് ബനാസിർ ഭൂട്ടോ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പ്രസിഡന്റ് ആകാനായിട്ടിരുന്ന പുള്ളിക്കാരത്തി മരിച്ചു പോയപ്പോൾ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി കൊല്ലപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റിൽ ഇത്രയും വലിയൊരു സ്പൈക്ക് ഉണ്ടായി, ഇത്രയും വലിയൊരു മൂവ്മെന്റ് ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെ ഒരു ന്യൂസ് വരാൻ നേരത്ത് എന്താ പറയാ, നോർമലി എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മാർക്കറ്റിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ അന്ന് അഫക്റ്റ് ചെയ്തു. കാരണം വേറൊന്നുമല്ല, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് പാകിസ്ഥാനിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ഇലക്ഷന് മുന്നേ ആയിട്ട് ബനാസിർ ഭൂട്ടോ താമസിച്ചുകൊണ്ടിരുന്ന ലണ്ടനിലായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പാകിസ്ഥാൻ എക്കണോമിയെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളും ഒരുപാട് ന്യൂസുകളും വലിയ എന്താ പറയുക ചാനലുകളിലും അതേപോലെ പത്രമാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് ഒരുപാട് FDIs, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഡയറക്ട്ലി പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞതും ഇവരെല്ലാവരും പൈസ നേരെ ഗോൾഡ് ആസ് എ സേഫ് ഹെവൻ ഡയറക്ട്ലി ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബനാസിർ ഭൂട്ടോ അസാസിനേഷൻ, പുള്ളിക്കാരത്തി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമല്ല, അതിൻ്റെ ബാക്കിൽ നടക്കുന്ന മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഫണ്ടമെന്റലി നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ മുംബൈ സീരിയൽ ബ്ലാസ്റ്റ് ആണ്. ഓക്കെ, മുംബൈ ടെറർ അറ്റാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മളെല്ലാവരും ഇന്ത്യയിലുള്ള ആൾക്കാർ ഒരുപാട് ഭയത്തോടെ കൂടി നോക്കിക്കണ്ടൊരു ഇൻസിഡന്റ് ആണിത് അല്ലേ. സോ ഈ ഒരു ഇൻസിഡന്റിൽ എന്തെങ്കിലും സംഭവിച്ചോ? നമ്മുടെ ഗോൾഡിന്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിച്ചോ? വലിയ രീതിയിലുള്ളൊരു മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മേജർ എക്കണോമിക് ഹബ്ബാണ്. അത് എന്താ പറയുക, ആ ഒരു സ്ഥലത്ത് ഏകദേശം 12 സ്ഥലത്താണ് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത്. എന്നിട്ട് പോലും മാർക്കറ്റിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ടെററിസ്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അങ്ങനെ അവിടെ ഒരു അൺസർട്ടനിറ്റി ഇല്ലാതാവുകയും ചെയ്തു. ഓക്കെ, സോ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോഴാണ് ആക്ച്വലി ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ മുകളിലോട്ട് പോകുന്നത്. സോ അത് ബേസിക്കലി എനിക്ക് മനസ്സിലാക്കേണ്ടത്, ദിസ് ഷോസ് ദാറ്റ് അൺസർട്ടനിറ്റി ഈസ് നോട്ട് ജസ്റ്റ് ദ സൈസ് ഓഫ് ദ എക്കണോമി ഡ്രൈവ്സ് ദ മൂവ്മെന്റ്. ഓക്കെ, വലിയൊരു എക്കണോമി ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഈ പ്രൈസ് വേരി ചെയ്യണം എന്നില്ല. ഓക്കെ, അൺസർട്ടനിറ്റി ആകുമ്പോഴാണ് ഗോൾഡിന്റെ പ്രൈസിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഒരു അൺസർട്ടനിറ്റി ഇല്ല, കാരണം ടെററിസ്റ്റുകളെ നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ടിട്ടാണ്
എന്താണ് ഈ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് വലിയൊരു മൂവ്മെന്റ് ഗോൾഡിൽ ഉണ്ടാവാതിരുന്നത്. ഓക്കെ, ഇതൊരു സെക്കൻഡ് എക്സാമ്പിൾ ആകുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കി കാണേണ്ടത്? അൺസർട്ടനിറ്റി ഉണ്ടോ അൺസർട്ടനിറ്റി ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കി കാണേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ ജാപ്പനീസ് സുനാമി, ജപ്പാനിലുണ്ടായ സുനാമി ആൻഡ് ദ ഇമ്പാക്ട് ഓൺ ജാപ്പനീസിനെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്തു. ഇത് നടന്ന വർഷം 2011. ഓക്കെ, സോ ഇതിന് മുന്നേ തന്നെ ഈ ഒരു ഇൻസിഡന്റിന് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ജപ്പാനിലെ ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇങ്ങനെ സുനാമി ഉണ്ടാവുമെന്നും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനും ഒക്കെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, വളരെ ചെറിയ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എന്താ പറയാ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഉറപ്പായിട്ടും. പക്ഷെ എന്താ പറയാ വലിയ രീതിയിൽ അത് ആൾക്കാരെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് ജാപ്പനീസ് യെന്നിനെ ഭയങ്കര ലെവലിൽ ബാധിക്കുകയും ജാപ്പനീസ് യെൻ പെട്ടെന്ന് താഴോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, സോ എന്തുകൊണ്ടാണ് അത് നടന്നത്? ബേസിക്കലി ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സുനാമി അല്ല, ഈ സുനാമി മൂലം ഉണ്ടായ ഒരു ന്യൂക്ലിയർ റേഡിയേഷൻ ലീക്ക് ഉണ്ടായത് കൊണ്ടിട്ടാണ് ഈ ഒരു ജാപ്പനീസ് യെൻ പെട്ടെന്ന് താഴോട്ട് പോകാനായിട്ടുള്ള റീസൺ. പെട്ടെന്ന് താഴോട്ട് പോയത് മാത്രമല്ല, ഒരു മിഡ് ടേമിലോട്ട് ഒരു കുറച്ച് കാലത്തേക്ക് ജാപ്പനീസ് യെൻ എന്താ പറയാ ജാപ്പനീസ് യെൻ താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. അതൊരു അൺസർട്ടനിറ്റിയും അല്ലെങ്കിൽ ഒരു ഫിയറും കാരണമാണ് ഈ ഒരു ജാപ്പനീസ് യെൻ താഴോട്ട് പോകാനായിട്ടുള്ള ഒരു റീസൺ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ ബേസിക്കലി നമ്മൾ നോക്കിക്കാണേണ്ടത് എന്താണ്? സുനാമി ഉണ്ടായത് കൊണ്ടിട്ടല്ല ജാപ്പനീസ് യെൻ താഴോട്ട് പോയത്, മറിച്ച് ഈ ന്യൂക്ലിയർ റേഡിയേഷൻ ലീക്ക് ഉണ്ടായത് കൊണ്ടിട്ടാണ് ഈ ജാപ്പനീസ് യെൻ താഴോട്ട് പോയത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ആ ഒരു ന്യൂസിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരെ ആ ഒരു പർട്ടിക്കുലർ ന്യൂസ് അല്ല നോക്കി കാണേണ്ടത്. ആ ന്യൂസിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അത് വെച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനങ്ങൾ എടുത്തു പോകാൻ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളടുത്ത് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നാലാമത്തെ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ഓൺ 2001 സെപ്റ്റംബർ 11. എല്ലാവർക്കും അറിയാവുന്ന ഒരു അറ്റാക്ക് ആണിത് അല്ലേ. സോ ഇത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ്, ഒരു ലോങ്ങർ ടേം ഇമ്പാക്റ്റ് ആണ് ആക്ച്വലി മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. ഇതിനുശേഷം ഗോൾഡ് ഭയങ്കര ലെവലിൽ മുകളിലോട്ട് പോയി. കാരണം വളരെ വലിയൊരു അൺസർട്ടനിറ്റി ആണ് മാർക്കറ്റിൽ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അൺസർട്ടനിറ്റി ഉണ്ടാവാനായിട്ടുള്ള റീസൺ? ഇത്രയും വലിയൊരു അൺസർട്ടനിറ്റി ഉണ്ടാവാനുള്ള റീസൺ എന്താ വെച്ചാൽ അമേരിക്ക എന്ന് പറയുന്ന അമേരിക്ക ഒരു സേഫ് ഹെവൻ ആണല്ലേ. അത്രയും വലിയൊരു രാജ്യത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ചെയ്യാമെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിന് എന്ത് സുരക്ഷയാണുള്ളത് അല്ലേ. സോ അവിടെയാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. US പോലുള്ള അത്രയും വലിയൊരു രാജ്യത്തെ വേൾഡ് ട്രേഡ് സെന്റർ ഇടിച്ച് തകർക്കുകയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ അൺസർട്ടനിറ്റി ഉണ്ടാവുകയും ഗോൾഡ് ഒരു സേഫ് ഹെവൻ ആണെന്ന് പറഞ്ഞിട്ട് അതിലോട്ട് പൈസ ഇൻവെസ്റ്റേഴ്സ് പോവുകയും അതേപോലെ തന്നെ US ഡോളറിന്റെ വാല്യൂ കുറയുകയും ചെയ്തു. ഓക്കെ, സോ ഇത് കാരണം ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതൊരു മിഡ് ടേമോ അല്ലെങ്കിൽ ഷോർട്ട് ടേമോ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കിയത്. ഇതൊരു ലോങ്ങർ ടേം ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു മാർക്കറ്റിൽ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ ആ ന്യൂസിനെ ഡയറക്റ്റ്ലി നോക്കുകയല്ല ചെയ്യേണ്ടത്. ആ ന്യൂസിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന്റെ റീസണിങ് നടത്തി അതിന്റെ എന്താ പറയാ എന്നിട്ട് വേണം നമ്മളൊരു തീരുമാനത്തിലോട്ട് പോകാൻ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു ന്യൂസ് വന്നാൽ ചാടിക്കേറി മാർക്കറ്റിൽ അൺസർട്ടൺ ആണ്, എന്നാൽ പിന്നെ ബൈ ചെയ്തേക്കാം, ഗോൾഡ് മുകളിലോട്ടേ പോകൂ എന്ന് വിചാരിച്ച് മാർക്കറ്റിലോട്ട് കയറി പോകാതിരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ മുംബൈ ബോംബ് ഒരു അറ്റാക്ക് നടന്നു, അപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോകും, ഗോൾഡ് മുകളിലോട്ട് പോകും എന്ന് വിചാരിച്ച് ചാടിക്കേറി മാർക്കറ്റിലോട്ട് ഇറങ്ങാതിരിക്കുക. കാരണം അതിനെ സംബന്ധിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് മാർക്കറ്റിന് സമയം കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം അതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കുക. ഓക്കെ, ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്. അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ വില മുകളിലോട്ട് പോകുന്നതിനെയാണ് അപ് ട്രെൻഡ് എന്നും, ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ വില താഴോട്ട് പോകുന്നതിനെയാണ് ഡൗൺ ട്രെൻഡ് എന്നും പറയുന്നത്. അപ്പൊ സമയമെടുത്ത് അതിനെ അനലൈസ് ചെയ്ത് അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് എന്താ പറയുക വേൾഡിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇനി നമുക്ക്
റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് താരിഫ് അനൗൺസ്മെന്റ്, അതായത് ഡൊണാൾഡ് ട്രംപ്, US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങൾക്കെതിരെയും താരിഫ് കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അത് ജൂലൈ 9 കഴിഞ്ഞ ഏകദേശം ഒരു 9 ദിവസം മുന്നേ അത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് മാറ്റുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് രാത്രിയിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായി. എന്താണ്? യൂറോപ്യൻ യൂണിയനെതിരെ 30% താരിഫ്, അതേപോലെ മെക്സിക്കോയ്ക്കെതിരെ 30% താരിഫ് കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെ അതിനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തു. ബേസിക്കലി പുള്ളിക്കാരൻ ഇത് പറഞ്ഞത് മാർക്കറ്റ് ഏകദേശം ക്ലോസ് ആവുന്നതിന് മുന്നേ, അത് ക്ലോസ് ആയതിനു ശേഷമോ ആണ്. ഓക്കെ, അപ്പോ ഇത് എന്താ പറയാ, മെക്സിക്കോയിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ, ഓക്കെ, യുഎസിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന 2/3 പച്ചക്കറികളും വരുന്നത് മെക്സിക്കോയിൽ നിന്നാണ്, US നിന്ന്. ഓക്കെ, സോ അതിന് എല്ലാം 30% താരിഫ്, അതായത് പച്ചക്കറികൾ $100 മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് $130 മേടിക്കണം എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് US-ലുള്ള ആൾക്കാർ അത്രയും എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് ആക്ച്വലി ഉള്ള മീനിങ്. അത് വരുമോ, അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. അതോ പുള്ളി വെറുതെ പേടിപ്പിക്കുകയാണോ എന്നുള്ളൊരു കാര്യം ഒന്നും നമുക്കറിയില്ല അല്ലേ. സോ അത് അങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായി. അതിനുശേഷം യൂറോപ്യൻ കൺട്രീസിനെതിരെ 30% താരിഫ് വരും എന്നുള്ളൊരു കാര്യം ഉണ്ടായി. ഇതിനു മുന്നേ ചൈനയ്ക്കെതിരെ 55% താരിഫ് കൊണ്ടുവരും എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ ബ്രസീലിനെതിരെ 50% താരിഫ് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ വരികയും മാർക്കറ്റ് വളരെ വലിയൊരു അൺസർട്ടനിറ്റിയിലോട്ട് പോവുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. സോ ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വീക്കെൻഡിൽ പറഞ്ഞ ന്യൂസാണ്. ഇത് ഈ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ഈ ആഴ്ചത്തെ, ഇന്ന് ജൂലൈ 18 ഓക്കെ, കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പണിങ്ങിന് എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് MetaTrader 5. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ 14 ഉള്ള ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഗോൾഡിന്റെ ചാർട്ടാണിത്. ഗോൾഡിന്റെ ഫസ്റ്റ് ക്യാൻഡിലാണിത്. ഓക്കെ, ഇത് വന്നിട്ട് ജൂലൈ 11, ഇത് ജൂലൈ 14. ഓക്കെ, സോ വീക്ക് ഓപ്പൺ ആയി, മൺഡേയിലത്തെ വീക്ക് ഓപ്പൺ ആയപ്പോൾ മാർക്കറ്റ് അവസാനിച്ചത് ആക്ച്വലി 3355 മാർക്കറ്റ് ഓപ്പൺ ആയത് 3363 ഒരു ഭയങ്കര വലിയൊരു ഗ്യാപ്പിലാണ് മാർക്കറ്റ് തുടങ്ങിയത് പോലും. ഓക്കെ, സോ ഈ ഒരു ന്യൂസിന്റെ അൺസർട്ടനിറ്റി കാരണമാണ് അങ്ങനൊരു എന്താ പറയാ, ഒരു ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ ഉണ്ടായെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇത് ഡയറക്ട്ലി ഗോൾഡിൽ മാത്രമല്ല, അത് GBPയെയും അതേപോലെ തന്നെ യൂറോയെയും ഒക്കെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇങ്ങനത്തുള്ള അൺസർട്ടൺ സിറ്റുവേഷൻസ് ആണ്. എപ്പോഴാണ് ഒരു പൊളിറ്റിക്കൽ ന്യൂസ് US നിന്ന് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പക്ഷെ പിന്നീട് മാർക്കറ്റ് മുകളിലോട്ട് വരെ പോയിട്ട് 3370, 75 റേഞ്ച്, 73 റേഞ്ച് വരെയൊക്കെ പോയിട്ട് മാർക്കറ്റ് പിന്നെ താഴോട്ട് വന്നു. മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോയതുമില്ല. ഓക്കെ, സോ ചിലപ്പോൾ ഇങ്ങനെ അൺസർട്ടനിറ്റി ആണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ബൈ ചെയ്തിട്ടുണ്ടാവും, നമ്മളെ കണക്കുള്ള റീറ്റെയിലേഴ്സ്. പക്ഷെ അത് മുകളിലോട്ട് പോയില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പം മാർക്കറ്റിനെ ഇങ്ങനത്തുള്ള അനൗൺസ്മെന്റ്സ് വരുമ്പോൾ നമ്മൾ അത് ചിലപ്പോൾ ഒരു തിങ്കളാഴ്ച ആയിരിക്കും, ചാടിക്കേറി മാർക്കറ്റിൽ കയറാതിരിക്കുക. ഓക്കെ, വെയിറ്റ് ചെയ്യുക. തിങ്കളാഴ്ചയല്ലേ ഉള്ളൂ, ചൊവ്വാഴ്ച ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം മാത്രം മാർക്കറ്റിലോട്ട് ഇറങ്ങുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ റീസെന്റ് ആയിട്ട് നടന്ന വേറൊരു കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ന്യൂസിലോട്ട് നമ്മൾ പോവാം. ഓക്കെ, സോ ഇങ്ങനെ അൺസർട്ടനിറ്റി ഉണ്ടായി നിൽക്കുകയാണ് തിങ്കളാഴ്ച. ചൊവ്വാഴ്ചയൊക്കെ ആ ഒരു പ്രൈസ് ഒക്കെ ചൊവ്വാഴ്ച നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസവും മാർക്കറ്റ് ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരുന്നു. ജൂലൈ 15 3360-62 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് പോയി. ആ ഒരു സമയത്ത് ആക്ച്വലി US നിന്ന് CPIയുടെ ഡേറ്റ വന്നു. ഓക്കെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഡേറ്റ വന്നു. ഓക്കെ, സോ ഈ ഒരു ന്യൂസ് വന്നപ്പോൾ, ഇത് ചൊവ്വാഴ്ചത്തെ ന്യൂസ് ആണോ? ഓക്കെ, ട്യൂസ്ഡേയിലത്തെ ന്യൂസ് വന്നപ്പോൾ CPIയുടെ ന്യൂസ് വന്നപ്പോൾ -3% ആയിരുന്നു എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഫോർകാസ്റ്റ്.
പ്രീവിയസ് ന്യൂസ് വന്നിട്ട് 0.1% പക്ഷേ ആക്ച്വൽ ന്യൂസ് വന്നപ്പോൾ 0.3%ലോട്ട് പോയി. അതായത് ഈ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഫോർകാസ്റ്റും അതേപോലെ ആക്ച്വലുമായിട്ട്. ഓക്കെ, സോ മാർക്കറ്റിനെ അത് എങ്ങനെ ബാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ഓക്കെ ചൊവ്വാഴ്ചത്തെ ഈ ഒരു ക്യാൻഡിൽ, സോ ഈ ഒരു ക്യാൻഡിൽ 3360 എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു 60 റേഞ്ചിൽ നിന്നുകൊണ്ടിരുന്നൊരു ക്യാൻഡിലായിരുന്നു. അവിടുന്ന് ഒറ്റയടിക്ക് താഴെ പോയി ഏകദേശം $26 2 മണിക്കൂർ കൊണ്ട് താഴോട്ട് പോകുന്ന ഒരു 3334 വരെ മാർക്കറ്റ് പോയിട്ട്, മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോയി 3355 വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയി 3300, അന്നത്തെ ദിവസം തന്നെ ചൊവ്വാഴ്ച തന്നെ 3320 വരെ മാർക്കറ്റ് സഞ്ചരിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ നിൽക്കാതെ മാർക്കറ്റിന് സമയം കൊടുത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? മെജോറിറ്റിയുടെ ഡിസിഷൻസ് അറിയാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്, അല്ലേ? അതിനുശേഷം നമ്മൾ തീരുമാനം എടുക്കുക. എങ്ങനെ തീരുമാനമെടുക്കാം? അതിനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നൊരു സംഭവം. അതിനെക്കുറിച്ച് അടുത്ത ടോപ്പിക്കാണ്, അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ പറയുക. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് താഴോട്ട് പോയാൽ താഴെ എവിടെ വരെ പോകാം, മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ എവിടെ വരെ പോകാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഏതൊരു പോയിന്റ് കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ മാർക്കറ്റിനെ തോൽപ്പിക്കാൻ നോക്കരുത്. ഇങ്ങനത്തുള്ള ന്യൂസുകൾ, ഓക്കെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നു എന്നും പറഞ്ഞ് മാർക്കറ്റിനെ തോൽപ്പിക്കാൻ നിൽക്കാതെ, മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പറക്കുന്ന പക്ഷിയാണ്. ഈ പറക്കുന്ന പക്ഷിയെ നമ്മൾ പിടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പണി കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതിൻ്റെ കൂടെ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കാണുന്ന പല ആൾക്കാരും പുതിയതായിട്ട് ട്രേഡിങ്ങിലോട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. 3354 ഗോൾഡ്. പല അൺസർട്ടനിറ്റീസും നടക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഗോൾഡിൻ്റെ റേറ്റ്, ഞാൻ ഈ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 3 വർഷം മുന്നെയാണ്. ഓക്കെ, ഗോൾഡിൻ്റെ റേറ്റ് നമ്മളൊരു ഡേ ക്യാൻഡിലോ അല്ലെങ്കിൽ നമ്മളൊരു മന്ത്ലി ക്യാൻഡിലോ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു സെപ്റ്റംബർ 22, ഏകദേശം ഞാനൊക്കെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണിത്. ഓക്കെ, 1614 നിന്ന ഗോൾഡാണ് ഇപ്പോൾ 3494. ഓൾമോസ്റ്റ് ഇരട്ടിയെക്കാട്ടിലും കൂടുതലായി ഒരു 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് ഇരട്ടിയെക്കാട്ടിൽ കൂടുതലായി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ട്? അൺസർട്ടനിറ്റി. ബിക്കോസ് ഓഫ് അൺസർട്ടനിറ്റി. എന്താണ്? വോറുകൾ കാരണം ഒരുപാട് വോറുകൾ നടക്കുന്നുണ്ടായിരുന്നു, അല്ലേ? ഒരുപാട് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ റഷ്യ ഉക്രൈൻ വാർ, അതിനുശേഷം പാലസ്തീൻ എന്താ പറയുക ഇസ്രയേൽ വാർ, അതിനുശേഷം റീസെൻ്റ് ആയിട്ട് ഇറാൻ ഇസ്രയേൽ വാർ, അല്ലേ? സോ ഒരുപാട് വോറുകളൊക്കെ കാരണം. അതിൻ്റെ പുറമേ എന്താ പറയുക, ഇപ്പോൾ ഉള്ള റീസെൻ്റ് ആയിട്ടുള്ള താരിഫ് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞൊരു 2.5 വർഷം കൊണ്ട് പോയ പോക്കാണിത്. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൺസർട്ടനിറ്റി ഉണ്ടാവുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു എന്താ പറയുക ടോപ്പിക്കിൽ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾവേസ് ലുക്ക് ബിയോണ്ട് ദ ഇൻസിഡൻറ്റ്, ആസ്ക് വാട്ട് അതർ RNC. ആൾക്കാർ കാണാത്ത കാര്യങ്ങൾ കണ്ട് അതിനെ മനസ്സിലാക്കി അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനായിട്ടുള്ളത്. ഐഡന്റിഫൈ ദ കോർ റീസൺ ആൻഡ് ദ ടൈപ്പ് ഓഫ് എഫക്റ്റ്. ഓക്കെ, എന്താണ് കോർ റീസൺ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർ റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക. ആ കോർ റീസൺ മാർക്കറ്റിനെ എത്ര കാലം അതിനുള്ള മാർക്കറ്റ് അഫക്റ്റഡ് ആകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അത് ഷോർട്ട് ടേം ആയിരിക്കുമോ, അതോ മിഡ് ടേം ആയിരിക്കുമോ, അതോ ഒരു ലോങ്ങർ ടേമിലോട്ട് ആ ഒരു എഫക്റ്റഡ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. വോറിനെ സംബന്ധിച്ച് നോക്കാൻ നേരത്തെ ആ വോറ് ഒരു ലോങ്ങർ ടേമിലോട്ടാണ് ആ ഒരു എഫക്റ്റ് ഉണ്ടായതല്ലേ. ഇപ്പോഴും മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. താരിഫിനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു എഫക്റ്റാണ് മാർക്കറ്റിനെ ഉണ്ടാക്കിയത്. ഏകദേശം 6 മാസമായി താരിഫ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് വലിയൊരു മൂവ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം, അല്ലേ? സോ അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു CPI ഡേറ്റ വന്നു. CPI ഡേറ്റ വന്നിട്ട് എന്ത് സംഭവിച്ചു നിങ്ങൾ കണ്ടല്ലേ? മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി, അല്ലേ? അപ്പോൾ അതൊരു ഷോർട്ട് ടേം
ആണ് ആക്ച്വലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഷോർട്ട് ടേം എന്താ പറയുക എഫക്റ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടായത്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ജപ്പാനിൽ നടന്ന സുനാമി, അതൊരു മിഡ് ടേം എഫക്റ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഗോൾഡ് ആൻഡ് ഫോറക്സ് മാർക്കറ്റ് റെസ്പോണ്ട് ഹെവിലി ടു അൺസർട്ടനിറ്റി, നോട്ട് ജസ്റ്റ് എക്കണോമിക് സൈസ്. സോ ബേസിക്കലി ഗോൾഡിനകത്താണ് ഹൈലി പ്രഷർ ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ ഇപ്പൊ താരിഫ് എന്ന് പറയുന്നത് ഒരു അൺസർട്ടനിറ്റിയാണ്, വോർ വരാൻ നേരത്തെ ഒരു അൺസർട്ടനിറ്റിയാണ് അല്ലെ. ഇതെല്ലാം ഗോൾഡിന്റെ പ്രഷർ കൂട്ടുകയും ഗോൾഡ് മുകളിലോട്ട് പോവുകയും ചെയ്യും അല്ലെ. സോ അതേപോലെ വെയിൽസ് ആൻഡ് FDIs ഡ്രൈവ് മേജർ മൂവ്സ് ഇൻ ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ പ്രിസീവ്ഡ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സോ ബേസിക്കലി എന്താ പറയുക, വെയിൽസ് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, അതേപോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ സെൻട്രൽ ബാങ്കുകൾ ഇങ്ങനത്തെ അൺസർട്ടൺ സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും, ഏറ്റവും സേഫ് ആയിട്ടുള്ള സംഭവത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഗോൾഡ് ആസ് എ സേഫ് ഹെവൻ, ഓൾവേസ് പീപ്പിൾ ടെൻ ടു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്. അങ്ങനെ ഈ അൺസർട്ടൺ സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഗോൾഡ് മുകളിലോട്ട് പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി നാളെ ഒരു വാർ ഉണ്ടാവുമ്പോൾ ചാടി കയറി ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും അല്ല എൻ്റെ പോയിന്റ്. ഓക്കെ, സോ ട്രെൻഡ് അപ് ട്രെൻഡ് ആയിരിക്കും, ഗോൾഡിന്റെ ട്രെൻഡ് മുകളിലോട്ടായിരിക്കും പോസിബിലിറ്റി ഉള്ളത്. ഒരു ലോങ്ങർ ടേമിൽ നോക്കുമ്പോൾ അത് ഒരു വാർ വരികയാണ്, ഒരു വാർ എന്താ പറയുക, അത് ഒരു ലോങ്ങർ ടേമിലോട്ട് നീണ്ടു നിൽക്കുന്ന വാർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഗോൾഡിന്റെ വില ലോങ്ങർ ടേമിലോട്ട് മുകളിലോട്ട് പോകും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഫണ്ടമെന്റൽ അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണേണ്ടത്, പെട്ടെന്ന് ചാടിക്കേറി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള പല ന്യൂസുകളും വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് കഴിവതും മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും എക്കണോമിക് കലണ്ടർ എങ്ങനെ നോക്കണം, ഓക്കെ, എക്കണോമിക് കലണ്ടറിലുള്ള ന്യൂസുകൾ ബേസിക്കലി എന്താ പറയുക, കുറേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളുണ്ട്. ഇപ്പം ഈ ആഴ്ച വന്ന CPIയുടെ ന്യൂസ്, ഈ ആഴ്ച തന്നെ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, റീറ്റെയിൽ സെയിൽസിന്റെ ന്യൂസ്, അതേപോലെ നോൺ ഫാം പേറോൾ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. ഇങ്ങനത്തുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ വളരെ വലിയ വോളറ്റാലിറ്റിയും മാർക്കറ്റിന്റെ ഡയറക്ഷൻ വരെ ചേഞ്ച് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ അതിനുള്ള ശക്തിയുള്ള ന്യൂസുകളാണ് ഇതൊക്കെ. ഇങ്ങനത്തുള്ള ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അന്നത്തെ ദിവസം അനലൈസ് ചെയ്യാതെ മാർക്കറ്റിന് ടൈം കൊടുക്കുക, ഒന്ന് സെറ്റിൽ ആവാനായിട്ട് സമയം കൊടുക്കുക. അങ്ങനെ സെറ്റിൽ ആവാനായിട്ട് സമയം കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നെ തരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.